ബീഹാർ മാതൃകയിൽ കേരളത്തിൽ ഉൾപ്പെടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എപ്പോൾ നടപ്പാക്കുമെന്ന് അല്പസമയത്തിനകം അറിയാം. 4:15 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ട് SIR സമയക്രമം പ്രഖ്യാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചൂണ്ടിക്കാട്ടി കേരളത്തിൽ SIR നീട്ടിവെക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ടിരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നടക്കാനിരിക്കുന്നു. അതിൽ കേരളത്തിൽ SIR നടപ്പാക്കുമോ എന്നതറിയാനാണ് നാം ഉറ്റുനോക്കുന്നത്. എന്താണ് വിവരങ്ങൾ? എപ്പോഴാണ് വാർത്താ സമ്മേളനം? അനുജ, അല്പസമയത്തിനകം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ആരംഭിക്കും. 4:15 ഈ വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ ഈ വാർത്താ സമ്മേളനം നടത്തുക. പ്രധാനമായും ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ അറിയാനുള്ളത് കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എപ്പോൾ എന്നതാണ്. ആദ്യ ഘട്ടത്തിൽ ഘട്ടം ഘട്ടമായാകും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യവ്യാപകമായി നടപ്പാക്കുക എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങൾ ആകും എന്ന വിവരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ലഭിച്ചത്. എന്നാൽ അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അതിനിടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ജനങ്ങൾക്കും അത് ബുദ്ധിമുട്ടാകും എന്ന് കേരളത്തിൽ നിന്നും ഈ യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന ഇലക്ടറൽ ഓഫീസർ യോഗത്തെ അറിയിച്ചിരുന്നു. അതിനുശേഷം കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാം എന്നാണ് നേരത്തെ രേഖാമൂലവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ അസമിലാകട്ടെ ഈ വോട്ടർ പട്ടിക പൗരത്വ പട്ടിക തയ്യാറാക്കിയ ശേഷം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാം എന്നായിരുന്നു അറിയിച്ചിരുന്നത്. 2 സംസ്ഥാനങ്ങളും ഈ നിലപാടുകൾ കഴിഞ്ഞ ആഴ്ച ചേർന്ന യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിന് ശേഷം കേരളത്തിൽ നിന്നുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ കേരളത്തിൽ ഉൾപ്പെടെ SIR പ്രഖ്യാപിക്കുമോ എന്നുള്ളത് അറിയാനാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. 4:15 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കാനിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.